സുപ്രീം കോർട്ടിൽ ഒരു പരാതി വന്നു, ഒരു കേസ് വന്നു. എന്താ കേസ്? ത്വലാഖ് തന്നെ നിരോധിക്കണം. മുത്തലാഖ് മാത്രമല്ല, നേരത്തെ മുത്തലാഖിന്റെ പേരിൽ ചെറുപ്പക്കാരെ ജയിലിലടക്കുന്ന അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായപ്പോ സമസ്തയുടെ കേസിൽ സുപ്രീം കോടതി ഇടപെട്ടു. വ്യാപകമായി ജയിലിലടക്കുന്ന ആ ദുരവസ്ഥയിൽ നിന്ന് ഇവിടത്തെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മോചനമുണ്ടായി. ആരാധനാലയ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കീഴ്ക്കോടതികളോട് പറഞ്ഞു, പുതിയ സർവേകൾ നടത്തരുത്. സമസ്തയുടെ കേസായിരുന്നു. ഇപ്പൊ വന്നത് ത്വലാഖ് തന്നെ നിരോധിക്കണം. അതെന്തിനു വേണ്ടി? ശരീഅത്തിനോടുള്ള വിരോധം, മുസ്ലിങ്ങളോടുള്ള വിരോധം. ഇത് പറയുമ്പോൾ തോന്നും നമ്മൾ ത്വലാഖിന്റെ ആളുകളാണ് എന്ന്. അബ്ഗദുൽ ഹലാൽ, ഹലാലായ അനുവദിക്കപ്പെട്ട കാര്യത്തിൽ പടച്ച റബ്ബിന് ഏറ്റവും കോപമുള്ളതാണ് ത്വലാഖ് എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ത്വലാഖുകൾ നടക്കരുത്, വിവാഹമോചനങ്ങൾ നടക്കരുത്. അത് വ്യാപകമായി നടക്കുന്നുമില്ലല്ലോ. കേരളത്തിന്റെ കഥ മാത്രം നമുക്ക് പറയാം. കേരളക്കരയിൽ ഈ സർക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയോ നീതിയോടുകൂടെ ഒരു അന്വേഷണം നടത്തിയാൽ അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ടാകും. ഈ കൊച്ചു കേരളത്തിൽ ഏറ്റവും കുറവ് വിവാഹമോചനം നടക്കുന്നത് ഈ ഉമ്മത്തിലാണ് എന്നത് ആരെങ്കിലും നീതിയോടുകൂടെ പഠനം നടത്താൻ തയ്യാറാവണം. ത്വലാഖും മുത്തലാഖും കേട്ട് ചില ആളുകളുടെ ധാരണ പലരും പ്രചരിപ്പിക്കുന്നത് മുസ്ലിങ്ങൾ 5 വഖത്ത് നിസ്കരിക്കുന്നത് പോലെ 5 നേരം ത്വലാഖ് ചൊല്ലി നടക്കുന്നവരാണ്, അത് അവരുടെ ഏർപ്പാടാണ് എന്നാണ്. അതിനു വേണ്ടിയല്ല. മഹല്ല് ഭാരവാഹികൾക്കറിയാം, ഖത്തീബുമാർക്കറിയാം, നമ്മുടെ ഉമറാക്കൾക്കറിയാം, പലപ്പോഴും പെണ്ണിന്റെ അവകാശമായി വരും ത്വലാഖ്. പല സ്ത്രീകളും ഭാര്യമാരും കമ്മിറ്റികളെ സമീപിക്കും. എന്റെ ഭർത്താവ് മക്കളെ നോക്കുന്നില്ല, ഒരു നീതിയും നൽകുന്നില്ല, ഭക്ഷണം നൽകുന്നില്ല, പീഡനമാണ്, അതുകൊണ്ട് ആ ഭർത്താവിൽ നിന്ന് ത്വലാഖ് വാങ്ങിത്തരണം, വിവാഹമോചനം നേടിത്തരണം. പെണ്ണിന്റെ അവകാശമായിരിക്കും ആ പെണ്ണിന് മറ്റൊരു വിവാഹവുമായി സന്തോഷത്തോടെ ജീവിക്കാൻ. അതിനെ അനുവദിക്കാൻ പലപ്പോഴും പെണ്ണിന്റെ അവകാശം പോലുമായി മാറുന്ന ഈ ത്വലാഖ് നിരോധിക്കണമെന്ന് 3 ആഴ്ച മുമ്പ് സുപ്രീം കോടതിയിൽ വന്നപ്പോ 2 പ്രസ്ഥാനങ്ങൾ മാത്രമാണ് അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയത്. അത് ഒന്ന് ഈ കൊച്ചു കേരളത്തിൽ ചേളാരിയിലും കോഴിക്കോട്ടും ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയായിരുന്നു. മറ്റൊന്ന് ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡായിരുന്നു. ഈ സമസ്തയെ കുറിച്ച് നിങ്ങൾ പറയാ, ഉമ്മത്തിന്റെ കാലഘട്ടത്തിന്റെ ചരിത്രവും ചുമരെഴുത്തും അറിയാത്തവരെന്ന്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം, സമസ്തക്കാർക്കറിയാം, ഈ ഉസ്താദുമാർക്കറിയാം. അതിനെതിരെയുള്ള അവകാശ പോരാട്ടങ്ങൾ സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് സമസ്ത വലിയ മുന്നേറ്റങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 100-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച പദ്ധതികൾ കണ്ട് കേരളക്കരയിലെ